പുറകെ ഉള്ളൂ. അയ്യോ, നേരത്തെ പോയി ഫ്രഷ് ആവണം. കുറച്ച് പരിപാടിയുണ്ട് ഫ്രഷായിട്ട്. ഈ ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്ത് പുറത്ത് കളഞ്ഞിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് അകത്ത് കയറാം. ഡസ്റ്റ്ബിന്നിൽ ഇടാൻ വന്നതാണ്. പിന്നെ അടുത്തിന് നേരെ അകത്ത് പോയി ഡ്യൂട്ടി കയറണം. റൗണ്ട് അടിച്ച് 2 ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കാനുണ്ട്. ഗ്രൂപ്പിൽ ഇടാനുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇന്ന്, ക്ലീനിങ് ദിവസമാണ്. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കണത് ഈ ദിവസമാണ്, വെള്ളിയാഴ്ച. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എണീക്കുമ്പോൾ ലേറ്റാവണം, അതാണ് വിഷയമാണത്. വർക്ക് എണീക്കുമ്പോൾ ഡിലേ ആവും. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പോവുക, പരിപാടിയൊക്കെ ചെയ്യുക. ഫോട്ടോ എടുക്കാവുന്നോ? നേരത്തെ പോയി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യണം. ഈ ഫോട്ടോ ഇപ്പോൾ അയച്ചു കൊടുക്കണം. കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യണം. ബാക്കി ഫുള്ളൊന്ന് നോക്കണം. അതെ, അതിപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കും. ഗ്രൂപ്പ് ഇട്ടാൽ വേറെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ചെയ്യേണ്ട ജോലിയല്ലേ. അയ്യോ, അതെ. ചാവി എൻ്റെ തന്നായിരുന്നു, ഞാൻ മറന്നുപോയി ഗേറ്റിൻ്റെ. അയ്യോ, ഇപ്പം വിളിച്ചായിരുന്നു, മറന്നുപോയി. അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് മറന്നുപോയി. സൈഫ ഒന്ന് ഇപ്പോൾ കൺട്രോൾ ചെയ്തിരിക്കണം. കാരണം ഇവർ നല്ല 4.20 മറ്റത് 4.35. ഇത് 21,214 പറഞ്ഞു. ഔട്ട് ഏകദേശം അത്രയാണ് പോണത്. ഡൗൺ ആവൂല പെട്ടെന്ന്. 10-20 പോയിൻ്റ് അടുപ്പിച്ച് കുറച്ച് വെച്ചാൽ കുഴപ്പമില്ലാതിരിക്കും. കാരണം ഇനിയിപ്പോൾ പോകും, 250 ഔട്ട് പോവും. എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റൂല. ഇത് 12 മണിക്ക് പോയാലും പിന്നെ ലെവൽ ഡൗൺ ആവില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ഡൗൺ ആവില്ല. ഒരു 380 അങ്ങനെ പ്രതീക്ഷിക്കണം. അത്രയൊന്നും പോവില്ല ആ സമയമാകുമ്പോൾ. എനിക്കിപ്പോൾ വിശാലാണ് കുറച്ച് ചെയ്യും, അതാണ് നല്ലത്. ഇവിടെ എത്തി. ഇതും കഴിക്കണം. നേരെ പോകണം. കുബൂസും മുട്ടയും ഇതും കഴിച്ച് നമുക്ക് കയറണം. പിന്നെ ചീസും ഉണ്ട്. ഇനി ജസ്റ്റ് ഇപ്പോൾ പോയൊന്ന് സൈഫ് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ലെവൽ പെട്ടെന്ന് ഡൗൺ ആയിക്കണം. അത് ക്ലോസ് ചെയ്തില്ലായിരുന്നെങ്കിലും ലെവൽ കുറയുകയില്ല. അതാണ് വിഷയം വരുന്നത്. അതാണ് കുറയ്ക്കേണ്ടി വന്നത്. എന്നാൽ കറക്റ്റായിരുന്നു ആ ലെവൽ. പക്ഷെ അത്രയും പെർസെൻറ്റേജ് നിൽക്കുമ്പോൾ അത് കുറച്ചില്ലെങ്കിൽ പിന്നെ അത് പണിയാണ്. നമ്മൾ പ്രതീക്ഷിക്കും പോലെ ഒന്നും ആയിരിക്കും ചിലപ്പോൾ. ഇനിയിപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ജസ്റ്റ് ഫുള്ള് റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത് നേരെ പോകും ചെടിക്കുള്ള വഴി. നേരത്തെ ഇറങ്ങി ഈ സ്ഥലം ഒരു അരമണിക്കൂർ മുമ്പ് ലേറ്റായിട്ടാണ് ഇറങ്ങണം. ശലം നേരത്തെ ഇറങ്ങി. കൺട്രോൾ ശലം ചെയ്യാൻ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. വെള്ളമൊഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഒന്ന് എല്ലാം എടുത്തിട്ട് കുളിക്കണം. അത് തന്നെ. ഒരു കോള് വന്നു, എൻ്റെ ലെവൽ പറഞ്ഞു കൊടുക്കുക. ഞാൻ അവിടെ ചെന്നൊന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അയ്യോ, ഫോൺ ഫുൾ ചാർജായി. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് പോവേണ്ടത്. കോള് വിളിച്ച സ്ഥിതിക്ക് പോയി നോക്കണം. പോയി നോക്കി പറഞ്ഞു കൊടുക്കും.
അങ്ങനെ ലെവലൊക്കെ പറഞ്ഞു കൊടുത്തു. നേരത്തെ പോയി സൺസെറ്റ് കാണാൻ പറ്റുന്ന തോന്നല്ല. ഇപ്പോഴേ ഇരുണ്ട് പോലായി, മേഘം വന്ന് നടക്കുന്നു. നോക്കും, അതൊക്കെ കാണാൻ കിട്ടിയാലോ. ആവാൻ പോണതേ ഉള്ളൂ. പക്ഷെ ഇന്ന് കളറൊന്നും വ്യത്യാസമില്ല, അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ഈ സമയത്തെ മഞ്ഞ അടിക്കേണ്ടതാണ്. അത് വലിയ സുഖങ്ങളൊന്നുമില്ല, അതിൻ്റെ കളറേ വന്നിട്ടില്ല. ടൈം ആവേണ്ടതാണ് ഇപ്പം വരേണ്ടത്, കാരണം 15 മിനിറ്റ് കഴിയുമ്പോൾ ആവേണ്ടത്. ഇനി ലൈറ്റൊക്കെ ഇട്ട് നോക്കി അടുത്ത ലെവലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. 1-2 അടുത്ത് ഇപ്പോൾ വിളിച്ചു ചോദിച്ചത് വേറെ, ഈ പറഞ്ഞു കൊടുക്കാനുള്ളത് വേറെ. ഇപ്പോൾ ലൈറ്റൊക്കെ എടുത്തല്ല. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് സൈഫ മാത്രം, ബാക്കി മറ്റതൊന്നും ചെയ്യാനില്ല. സൈഫ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അവൻ വരുമ്പോൾ ചെയ്തോളൂ, അതാണ് നല്ലത്. എനിക്ക് കുഴപ്പമില്ല. അടുത്തൊന്നുമില്ല. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക. 9 മണി വരെ ഇവിടെ തന്നെ ഇരിക്കുക. അത് തന്നെ, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അവിടെ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ റൂമിൽ പോയിരുന്ന് അപ്ലോഡ് ചെയ്യുക. അത് തന്നെ. അപ്പോൾ അത്ര. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.